ഇത് ഇപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് റൈറ്റിംഗ് പാറ്റേൺ ബാഹുലിൻ്റെ ആ രീതിയിലായിരുന്നു തയ്യാറാക്കിയത്. ലൈക്ക് ഓരോ പസിൽ ഇങ്ങനെ ഡോട്ട് പസിൽ ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഒരു പ്രേക്ഷകന് തന്നെ ആ പസിൽ കൊടുക്കും, അതിന് ആൻസർ അവർ തന്നെ പല രീതിയിലും അവരുടെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും പല രീതിയിലും അവർ ഇൻ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഇറ്റ് സെൽഫ് അത് ഫുള്ളി പാക്ഡ് ആയിരുന്നു. അതിനപ്പുറമാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പസിൽ ഞാനും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും അതിന് ആൻസർ ഇങ്ങനെ കണ്ടെത്തുന്ന രീതിയിലായിരുന്നു എൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, ഇതെങ്ങനെ, അത് ഭയങ്കര ചാലഞ്ചിങ് ആക്ച്വലി. എങ്ങനെ ഇതിനെ ഒരു വിഷ്വൽ മീഡിയത്തിലൂടെ നമ്മളെങ്ങനെ ഒരു പ്രേക്ഷകനെ നമ്മളും ആ ഒരു മിസ്റ്ററി കൊണ്ടുപോകണം എന്നുള്ള ഒരു ചാലഞ്ചിലായിരുന്നു. അത് ആ ഫ്ലോയിൽ പോയി നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ നല്ല ചാലഞ്ചിങ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് വിചാരിച്ച പോലെ പ്രോപ്പർ ഒരു ഒരു ഡേറ്റ് ഡെഡ് ലൈൻ, നല്ലൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, മഴയും കാറ്റും ഈ രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഷൂട്ടിങ് ആക്ച്വലി. ഞങ്ങൾ ആദ്യം അതിന് ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു അതിൻ്റെ ടോട്ടൽ മൂവി ഉണ്ടായിരുന്നത് കഥാപരമായിട്ട്. പക്ഷേ നമ്മൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു മെയ് മാസം മഴ പെയ്യുന്ന സമയമായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി മെയ് മാസം ആ ഒരു ഏരിയയിൽ മഴ പെയ്യുന്നുള്ളത്. പക്ഷേ നേരത്തെ തന്നെ മഴ പെയ്തു. ടോട്ടലി നമ്മൾ എന്താ പറയുക, കാൽക്കുലേഷനിലും മാറി. പിന്നെ മഴയിൽ തന്നെ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മളെ ക്രൂ മെമ്പറും എല്ലാ രീതിയിലും ആർട്ടിസ്റ്റും അതിനെ സപ്പോർട്ട് ചെയ്തു. നല്ല രീതിയിൽ അതിന് വർക്കൗട്ട് ആക്കി എന്നുള്ളതാണ്. നമ്മുടെ ഈ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് നമ്മുടെ ഈ മൂവിയുടെ ആക്ച്വലി സോൾ എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പം കാണുന്ന ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞ ടീം, ടോട്ടൽ ടീം അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണിത്.